ഇന്നലെ കിളിമാനൂർ വെച്ച് വേടന്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഈ വേടന്റെ പ്രോഗ്രാമിൽ വേടൻ പങ്കെടുത്തില്ല. രണ്ട് കാരണങ്ങൾ കൊണ്ട്. ഒന്നാമത്തെ കാരണം പുള്ളിക്കാരന്റെ ഈ ക്രൂ മെമ്പർ ആയിട്ടുള്ള ഒരാൾ ചില സേഫ്റ്റി ഇഷ്യൂസിനാൽ മരണപ്പെട്ടു. രണ്ടാമത്തെ കാരണങ്ങൾ അവിടെ സേഫ്റ്റി ഇഷ്യൂ ഉള്ളത് കൊണ്ട് പുള്ളിക്കാരൻ വന്നില്ല. ഈ സേഫ്റ്റി ഇഷ്യൂ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ മൊത്തം ഒരു വയൽ നികത്തി ആ ചെളിപ്പാടത്താണ് ഇവരുടെ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് ഓരോ ആൾക്കാർ ഓരോ കാല് ചവിട്ടുമ്പോഴത്തേനും അവരുടെ കാൽപാദങ്ങൾ ആ ഭൂമിയിൽ പാടുകളായി പതിഞ്ഞു കിടക്കുന്ന പ്രത്യേകതരം ഒരു അന്തരീക്ഷമാണ് അവിടുത്തെ സംഘാടകർ അവിടെ ഉണ്ടാക്കി വെച്ചിരുന്നത്. അതായത് ഒരു കാല് പതിഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ കിടക്കും. അതായത് ചള്ളക്കൂട്ടത്തിനകത്ത് ചെളിക്കകത്താണ് ഇവരുടെ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തത്. ഏതോ വയൽ നികരുത്. ആരാണ് ഇതിനൊക്കെ പെർമിഷൻ കൊടുത്തതെന്നൊരു പിടിയില്ല. ആ സേഫ്റ്റി ഇതിനകത്തോട്ട് വേടം വരാത്തതുകൊണ്ട് പല ചേച്ചിമാരും പല കുട്ടികളും അവരുടെ വായിൽ നിന്നും വന്ന വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ വേടന്റെ വരികളുടെ മൂർച്ച അങ്ങോട്ട് മാറി നിൽക്കും. ഈ പുള്ളിക്കാരി പറഞ്ഞ വാക്കുകളുടെ മൂർച്ച ഇവിടെ കയറിയിരുന്ന അമ്മാന് പാടും. അത്രയ്ക്ക് മൂർച്ചയുള്ള വരികളാണ് ചില കുട്ടികൾ അവിടെ നിന്ന് മാറിയത്. ലിപ് റീഡിങ് അറിയാവുന്നവർ മനസ്സിലാക്കിയെടുത്തു. ഇത് മാത്രമല്ല, ഈ ചള്ളക്കകത്തൂടെ നടന്ന് ആൾക്കാരുടെ മുഖത്ത് വരെ ചള്ളയാണ്. കാഞ്ചനക്കകത്തെ ചൂറക്കകത്ത പോലെ ആ അവസ്ഥയിലാണ് ആൾക്കാരൊക്കെ അവിടെ ഇടപെടുന്നത്. നമ്മുടെ രാജ്യം ഇപ്പം നേരിടുന്ന പ്രശ്നം പോലും അറിയാതെ രാത്രി 9:30-10 മണി വരെ നിന്ന് വേടനെ കണ്ടില്ലെന്നുള്ളതാണ് പ്രശ്നം. അവിടെ നമ്മുടെ അതിർത്തിയിൽ പല പട്ടാളക്കാരും തിരിച്ചു വരുമോ ഇല്ലയോ എന്ന് പോലും അറിയാതെ നിൽക്കുകയാണ്. അവരുടെ വീട്ടുകാരുടെ വേദന കൊണ്ട് പുളയുവാണ്. രാത്രി ഇവിടുന്ന് ഫൈറ്റർ ജെറ്റ് എടുത്തുകൊണ്ട് പോയ ആളുടെ മനസ്സിൽ തിരിച്ചു വരുമോ ഇല്ലയോ എന്ന് പോലും അറിയത്തില്ല. നിങ്ങൾ വേടനെ കണ്ടോ, നിങ്ങൾ എന്തും ചെയ്തോ, ഒന്നിനും പ്രശ്നമില്ല. നമ്മുടെ രാജ്യത്ത് നിലവിൽ നിരവധി പ്രശ്നങ്ങളുണ്ട്. കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വീണ്ടും കുളവാക്കി തരല്. അവിടെ വേടം വന്ന് പാടിയിരുന്നെങ്കിൽ കുറേ എണ്ണം ചാടിത്തുള്ളി ആശുപത്രിയിലായനെ പുള്ളിക്കാരുടെ എണ്ണക്കുറപ്പിയെ കേൾക്കുമ്പോഴത്തേനും. അതുകൊണ്ട് കൂടുതൽ വള്ളികൾ ഉണ്ടാക്കരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു.